സോഷ്യോളജിയിലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഹോം സയൻസിലെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അപ്പം അതിനു മുമ്പ് ഹോം സയൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഹോം സയൻസ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമ്മൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ കിട്ടും. ഹോം സയൻസ്, സയൻസ് ഓഫ് ഹോം, ഹോമിൻ്റെ സയൻസാണ്. മനസ്സിലായോ? അതാണ് ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ടു വേർഡ്സ്. ഇറ്റ് ഈസ് ദി ജോയിനിങ് ഓഫ് ടു വേർഡ്സ്, ഹോം ആൻഡ് സയൻസ്. ഹോം സയൻസ് ഈസ് കമ്പൈൻഡ് വിത്ത് ടു വേർഡ്സ്, ഹോം പ്ലസ് science. Home refers to the place of residence. Home refers to the place of residence where the family lives. What is home science? Home science is the joining of two words, home and science. Home means, what is the home? Home is a place of residence where the family lives. അത് നമുക്കറിയാം. ഫാമിലി ജീവിക്കുന്ന സ്ഥലമാണ് എന്ത്? റിസൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഹോം. വാട്ട് ഈസ് മീൻ ബൈ സയൻസ്? സയൻസ് ഈസ് ദ നോളജ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ്. സയൻസ് ഈസ് knowledge which is based on principles plus laws. അപ്പോൾ ഇതാണ് ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജോയിന്റ് റീഡിംഗ് ഓഫ് ഹോം സയൻസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് scientific knowledge in a systematic manner to what? Improving the family and the home life. ഹോം ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഫാമിലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോളജിൻ്റെ ആപ്ലിക്കേഷനാണ്. ആ നോളജിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ, ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ടു ഇംപ്രൂവിങ് വാട്ട്? ദി ഫാമിലി ആൻഡ് ഹോം ലൈഫ്. നമ്മുടെ ഫാമിലി ലൈഫും അതുപോലെ തന്നെ ഹോം ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ നോളജ് അപ്ലൈ ചെയ്യുന്നു. നോളജ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫീൽഡ് ഓഫ് സയൻസ് ആണ് ഹോം സയൻസ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ ഹോം സയൻസ്? ഹോം സയൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്തത് എന്താ അതിൻ്റെ കണ്ടിന്യൂവേഷൻ മനസ്സിലായി. എന്തൊരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബേസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായി? അപ്പോൾ ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മനസ്സിലായോ? ഇതിൽ ഒരു വിഷമവുമില്ല. ചില കുട്ടികൾ ഹോം സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹോം സയൻസിൽ ഏത് ടോപ്പിക്കിലും നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് അതിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ വളരെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്കതിൽ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതിൽ തന്നെ ഉണ്ട് ഹോം സയൻസ്, ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽ വിത്ത് ഹോമുമായിട്ട് ഡീൽ ചെയ്യുന്ന സയൻസ് ആണ് എന്ത്? ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു വേർഡ്സ്, ഹോം ആൻഡ് സയൻസ്. വാട്ട് ഈസ് ദ ഹോം? ഹോം മീൻസ് എന്താണ്? ദ ഫാമിലി ലീവ്സ്, ദ പ്ലേസ് ഓഫ് റെസിഡൻസ് വേർ ദ ഫാമിലി ലീവ്സ്. ഫാമിലി ജീവിക്കുന്ന സ്ഥലം ഹോം, അത് നമുക്കറിയാം. വാട്ട് ഈസ് എ സയൻസ്? സയൻസ് മീൻസ് ഇസ് ദ നോളജ്, അറിവാണ്, നോളജാണ്. നോളജ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ്. സർട്ടൻ ലോസ്, ആ ലോസ് എല്ലാ ലോസോ പ്രിൻസിപ്പിൾസും കൂടി ചേർന്നിട്ട് ആ നോളജിലേക്കുള്ള എത്തിച്ചേരലാണ്. നോളജ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ്, then it is a science. Home science is joining of these two. That is the application of scientific knowledge. Scientific knowledge ന്റെ ആപ്ലിക്കേഷൻ ആണ്. എന്തിലേക്കാണ്? ഇനി അതെങ്ങനെയാണ്? ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ്. എന്തിനു വേണ്ടിയാണ്? where the improvement of the life
എന്താണ് അതിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈഫിൻ്റെ അല്ലെങ്കിൽ ബെറ്റർ ലൈഫിൻ്റെ, ഹോം ലൈഫിൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഹോം ലൈഫ്. അപ്പോൾ നമ്മളുടെ ഡെയിലി നീഡ്സിൽ നമുക്ക് എന്ത് വേണം? ഈ ഹോം സയൻസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? ഹോം സയൻസ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഹോം സയൻസിനെ പറ്റി പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സയൻസ് ഓഫ് home. Science of home and includes all things that concern the person, home, family മെമ്പേഴ്സ് ആൻഡ് റിസോഴ്സസ്. ഹോമിനെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള എല്ലാവരും അതിൻ്റെ അകത്ത് വരും. ഹോം സയൻസിൽ അതിലുള്ള അംഗങ്ങളാണ്, അതിലുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ അതാണ് പറയുന്നത് വേറെ ഇറ്റ് സയൻസ് ഓഫ് ഹോം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ തിങ്സ്, എല്ലാം അതിൽ വരും. ഓൾ തിങ് എന്താ? ഹോമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വരും. അപ്പോൾ ഹോമിനെ സംബന്ധിച്ച് പേഴ്സൺ വരും, അതേപോലെ തന്നെ മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് വരും, അതുപോലെ തന്നെ ഹോം വരും, പിന്നെ അതേപോലെ തന്നെ റിസോഴ്സസ് ആൻഡ് ദ മെമ്പേഴ്സ് ആൻഡ് റിസോഴ്സസ്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്തായി? ഹോം സയൻസ് ആയി. അതാണ് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഹോം സയൻസ് ഈസ് എ സയൻസ് ഓഫ് ഹോം. സയൻസ് ഓഫ് ഹോം വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് വരും, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഹോം തന്നെ, ഹോം ആണല്ലോ ബേസ്, ഹോം വരും, പിന്നെ അതേപോലെ തന്നെ അതർ റിസോഴ്സസ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്, അതെല്ലാം കൂടി ചേരുമ്പോൾ എന്താവും? ഹോം സയൻസ് ആവും. അതായത് സാമ്പാർ പരുവത്തിലായി ഹോം സയൻസ്. ഇതെല്ലാം കൂടി ചേർന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹോം സയൻസ് കിട്ടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ആൻ എഡ്യൂക്കേഷൻ. ഹോം സയൻസും എന്താണ്? ഒരു എഡ്യൂക്കേഷനാണ്, അല്ല, ഒരു നോളജാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു നോളജാണ്? ഫോർ ബെറ്റർ ലിവിങ്. ബെറ്റർ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ കുട്ടികളെ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലെങ്കിൽ പറയണോട്ടെ, കാരണം ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കത് പെട്ടെന്ന് വ്യക്തമാകില്ല. ആരെങ്കിലും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഹലോ, ഉണ്ടോ? ഇപ്പോഴോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹോം സയൻസിനെ പറ്റിയാണ്. അപ്പോൾ ഹോം സയൻസ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ് എ നോളജ്. അതായത് ഏത് എഡ്യൂക്കേഷൻ ആയാലും എന്താണ്? അത് നോളജാണ്. പക്ഷെ ഇത് എങ്ങനെയുള്ള നോളജാണ്? ഫോർ ബെറ്റർ ലിവിങ്, ബെറ്ററായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു നോളജാണ്. ഫോർ നോളജ് ഓഫ് ബെറ്റർ ലിവിങ് എന്ന് പറഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് ഹോം സയൻസിനെ പറയാൻ പറ്റും. മനസ്സിലാവും? നമ്മൾ ഇത്രയും വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് പറയാം? അതൊരു നോളജാണ്. മനസ്സിലായി? എങ്ങനെയുള്ള നോളജ്, എന്തിനു വേണ്ടിയിട്ടുള്ള നോളജാണ്? ഫോർ വാട്ട് പർപ്പസ്? എന്താണ് അതിൻ്റെ പർപ്പസ്? ഫോർ ബെറ്റർ ലിവിങ്, ബെറ്ററായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഒരു ഇൻ എവരി വാക്സ് ഓഫ് ലൈഫ് നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു നോളജ് ഉണ്ടെങ്കിൽ, നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും എന്ത് വേണം? നോളജ് വേണം. അപ്പോൾ ബെറ്ററായിട്ട് ജീവിക്കും. നമ്മൾ ഇപ്പോൾ ഉള്ള ഈ സോഷ്യൽ സിറ്റുവേഷൻസിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ ഹോം ബേസിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നോളജ് വേണം. ആ ബെറ്റർ ലിവിങ്ങിനുള്ള ഇതാണ് എന്ത്? ഈ ഹോം സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ മെയിൻ ഏരിയാസ് ഈ ഹോം സയൻസിൽ കവർ ചെയ്യുന്നത് എന്തെല്ലാമാണ്? മെയിൻ ഏരിയാസ് പ്രധാനമായിട്ടും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വരും, അതുപോലെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി വരും, ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതുപോലെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, അതുപോലെ ക്ലോത്തിങ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഈ ഹോം സയൻസിൽ വരുന്ന മേജർ പോർഷൻസ് ആണ്. മനസ്സിലായി? ഫുഡ്, ന്യൂട്രീഷൻ, എക്സ്റ്റൻഷൻ
സയൻസ് എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഈ നമ്മളുടെ ഈ ഹോം സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൽ നമ്മൾക്ക് ഈ പറഞ്ഞതെല്ലാം നമുക്ക് അതിൽ ക്ലോത്തിങ് ആൻഡ് ടെക്സ്റ്റൈൽസ് നമുക്ക് കഴിഞ്ഞ സിലബസിൽ നമ്മൾ കണ്ടിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് നമ്മളുടെ സിലബസിൽ നമുക്ക് കവർ ചെയ്ത് പോകേണ്ടതാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇനി അതിൻ്റെ അപ്പോൾ ഏതൊരു സയൻസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു നോളജിൻ്റെയും അല്ലെങ്കിൽ അതിന് എന്താണ് ഒരു ഫാദർ ഉണ്ടാവും ഇല്ലേ, ഫാദർ. അപ്പോൾ ആരാണ് നമ്മളുടെ ഈ ഹോം സയൻസിൻ്റെ ഫാദർ? അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. ഫാദർ ഓഫ് ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റസ് വോൺ ലീബിഗ്. ഫാദർ ഓഫ് ഹോം സയൻസ് ജസ്റ്റസ് വോൺ ലീബിഗ്. അത് ഇതിൻ്റെ എല്ലാം നെയിമുകൾ ഓർത്തിരിക്കാനായിട്ട് കുറച്ച് വിഷമമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ USA കാരനാണ്. അപ്പം പേരുകളിൽ വരുന്ന ഇത് നോക്കി ജസ്റ്റസ് വോൺ ലീബിഗ്നോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ രീതി. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? സ്പെല്ലിങ് പറയാം. സ്പെല്ലിംഗ് അല്ലേ? ഹലോ. JUSTUS ജസ്റ്റസ് വോൺ VON വോൺ LIEBIG ജസ്റ്റസ് വോൺ ലീബിഗ്. Got it? ഹോം സയൻസ്, ഫാദർ ഓഫ് ഹോം സയൻസ്. ഹോം സയൻസിന്റെ ഫാദർ ആരാന്നാ പറഞ്ഞത്? ആരാണ് ഹോം സയൻസിന്റെ ഫാദർ? ജസ്റ്റസ് വോൺ ലൈബിഗ്. JUSTUS ജസ്റ്റസ് VON വോൺ LIEBIG ലൈബിഗ്. ജസ്റ്റസ് വോൺ ലീബിഗ് എന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഹോം സയൻസ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷൻ, അതും ഇദ്ദേഹമാണ്. ഫാദർ ഓഫ് ഹോം സയൻസ് ചോദിച്ചാലും ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷൻ ആരാണ്? ഈ ജസ്റ്റസ് വോൺ ലീബിഗ് ആണ്. ജസ്റ്റസ് വോൺ ലീബിഗ് ആണ് ഫാദർ ഓഫ് ഹോം സയൻസും ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷനുമാണ്. ഫസ്റ്റ് ഡിസ്കവർ ഇദ്ദേഹമാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ഡിസ്കവർ മെറ്റബോളിസം ദാറ്റ് ഹാപ്പൻ ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. ഒരു ഹ്യൂമൻ ബോഡിയുടെ അകത്ത് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി മെറ്റബോളിസം നടക്കുന്നുണ്ടെന്ന് ഡിസ്കവർ ചെയ്തത് ആളാണ് ആര്? ഈ ജസ്റ്റസ് വോൺ ലൈബിഗ് ആണ്. അപ്പം നമ്മൾ ഹോം സയൻസിൻ്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ഹോം സയൻസ് ജസ്റ്റസ് വോൺ ലൈബിഗ്. അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷനും കൂടിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഡിസ്കവേർഡ്. എന്താണ് അദ്ദേഹം ഡിസ്കവർ ചെയ്തത്? ദ മെറ്റബോളിസം ദാറ്റ് ഹാപ്പൻ ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. ഒരു ഹ്യൂമൻ ബോഡിയുടെ അകത്ത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച ആദ്യത്തെ ആളാണ് ആര്? ജസ്റ്റസ് വോൺ ലൈബിഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാദറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഫാദർ മാത്രം മതിയോ? മദർ വേണ്ടേ? മദർ വേണം. കാരണം ഫാദറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് മദർ. അപ്പോൾ മദർ നമുക്ക് പറയാം. നമ്മളെല്ലാം ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാത്തിലും പഠിക്കുമ്പോൾ നമ്മൾ ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് ഹോം സയൻസ്, അങ്ങനെ ഈ ഉള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് മദറിനെ കൂടി പഠിക്കാം. മനസ്സിലായി? അപ്പോൾ മദർ ആരാണെന്ന് നോക്കാം. മദർ ഓഫ് ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ്. ഈ ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസിൽ ഇൻക്ലൂഡഡ് ആണ് എന്ത്? ഈ ഹോം സയൻസ്, അതുപോലെ തന്നെ അതിന് ഡൊമസ്റ്റിക് എക്കണോമി, അതുപോലെ തന്നെ ഹ്യൂമൻ സയൻസ് എന്ന് പറഞ്ഞ മറ്റു നെയിമുകൾ നമുക്ക് പറയാം. ഏതിനെ? ഈ കൺസ്യൂമർ സയൻസ്, ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ്. എന്താണ് ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ്? ഈ
ഈ ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസിന് നമുക്ക് ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാം? ഹോം സയൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഹ്യൂമൻ സയൻസ് എന്ന് പറയാം. അതുപോലെ ഡൊമസ്റ്റിക് എക്കണോമി എന്ന് പറയാം. അപ്പോൾ ഇതിൽ മദർ ഓഫ് ഡയറക്റ്റായിട്ട് മദർ ഓഫ് ഹോം സയൻസ് എന്ന് പറയുന്നില്ല. ദ മദർ ഓഫ് ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ് ആരാണ്? എലൻ സ്വാലോ റിച്ചാർഡ്സ്. ELLEN എലൻ സ്വാലോ SWALLOW സ്വാലോ റിച്ചാർഡ്സ് RICHARDS റിച്ചാർഡ്സ്. എലൻ സ്വാലോ റിച്ചാർഡ്സ് ആണ് എന്ത്? മദർ ഓഫ് ഹോം സയൻസ്. മദർ ഓഫ് ഹോം സയൻസ് എലൻ സ്വാലോ റിച്ചാർഡ്സ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഓർക്കുക, മദർ കാരണം നമ്മളുടെയൊക്കെ വീടുകളിൽ മദറാണല്ലോ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ തന്നത്. അപ്പോൾ നമുക്ക് വെട്ടി വിഴുങ്ങണമെങ്കിൽ, സ്വാലോ ചെയ്യണമെങ്കിൽ ആര് വേണം? എലൻ സ്വാലോ റിച്ചാർഡ്സ്. അപ്പോൾ മദർ ഓഫ് ഹോം സയൻസ് ഹോമുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ, നമുക്ക് വെട്ടി വിഴുങ്ങണമെങ്കിൽ ആര് വേണം? മദർ വേണം. അപ്പോൾ ആരാണ്? എലൻ സ്വാലോ റിച്ചാർഡ്സ്. എലൻ ELLEN എലൻ SWALLOW സ്വാലോ റിച്ചാർഡ്സ്. എലൻ സ്വാലോ റിച്ചാർഡ്സ് ആണ് മദർ ഓഫ് ഹോം സയൻസ് ഓർ മദർ ഓഫ് ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ് ചോദിച്ചാലും, മദർ ഓഫ് ഹ്യൂമൻ സയൻസ് ചോദിച്ചാലും, ഡൊമസ്റ്റിക് എക്കണോമി മദർ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി ചോദിച്ചാലും ഒറ്റ ആൻസറേ ഉള്ളൂ. ആരാണ്? ഈ അമ്മയാണ്. ഏതമ്മ? എലൻ സ്വാലോ റിച്ചാർഡ്സ്. ELLEN SWALLOW RICHARDS. എലൻ സ്വാലോ റിച്ചാർഡ്സ് ആണ് നമ്മളുടെ ഹോം സയൻസിൻ്റെ മാതാവ്. മനസ്സിലായോ? എലൻ സ്വാലോ റിച്ചാർഡ്സ്. പിതാവാണ് ജസ്റ്റസ് വോൺ ലെയ്ബിഗ് LIEBIG. അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷൻ എന്നും നമുക്ക് പറയാം. ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷൻ എന്നും പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ ഹോം സയൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഹോം സയൻസ് എന്താണെന്ന് നോക്കി. എന്താ ഹോം സയൻസ്? രണ്ട് വാക്കുകളുടെ കൂടിച്ചേരലാണ്. വിച്ച് ആർ ദ ടു വേർഡ്സ് ഹോം ആൻഡ് സയൻസ്. ഹോം റെഫേഴ്സ് ടു ദ റെസിഡൻസ് where the individual lives. അതാണ് ഹോം. ഹോമിലാണ് നമ്മൾ ജീവിക്കുന്നത്. സയൻസ് മീൻസ് എന്താ? നോളജ് ആണ്. എന്തിൻ്റെ നോളജാണ്? ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ്. കുറേ പ്രിൻസിപ്പിൾസും കുറേ ലോസും ചേർന്നിട്ടുള്ള ഒരു ഒരു ഇതാണ് സയൻസ് എന്ന് പറഞ്ഞാൽ. അത് നോളജാണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹോം സയൻസ് കിട്ടും. ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ്, സയൻറ്റിഫിക് നോളജ്. ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് ലഭിച്ച നോളജിൻ്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് നോളജ്. അതെങ്ങനെയാണ്? വെറുതെ നമ്മൾ അപ്ലൈ ചെയ്താൽ പോരല്ല, ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഇംപ്രൂവിങ് ദ ലൈഫ് ആൻഡ് ബെറ്റർ ലിവിങ് ഓഫ് ദി ഹോം ലൈഫ്. ഹോം ലൈഫ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ പോയാൽ പറ്റില്ല. നമ്മുടെ ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് ചില നോംസ് ആവശ്യമാണ്, ചില ലോസ് ആവശ്യമാണ്, ചില നോളജ് ആവശ്യമാണ്. ആ നോളജാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഈ ഹോം സയൻസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മളുടെ ആ ആപ്ലിക്കേഷനാണ്, നോളജിൻ്റെ ആപ്ലിക്കേഷനാണ് എന്ത്? ഈ ഹോം സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഫാദർ നമ്മൾ നോക്കി. ആരാണ് ഫാദർ? ജസ്റ്റസ് വോൺ ലെയ്ബിഗ്. JUSTUSVON LIEBIG. ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാലും അദ്ദേഹം തന്നെയാണ്. ഇനി നമുക്കൊരു മദർ വേണം എന്ന് പറഞ്ഞു. മദർ ആരാണ്? നമുക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി തരുന്നപ്പോൾ നമുക്ക് വെട്ടി വിഴുങ്ങാനായിട്ട്. അപ്പം തന്നെ ഓർത്തോളണം, സ്വാലോ വിഴുങ്ങുന്നു. അപ്പോൾ ആരാണ്? എലൻ സ്വാലോ റിച്ചാർഡ്സ് ആണ്. ഫാമിലി ഓഫ് കൺസ്യൂമർ സയൻസ്, ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ് ചോദിച്ചാലും, അല്ല മദർ ഓഫ് ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ് ചോദിച്ചാലും, മദർ ഓഫ് ഹോം സയൻസ് ചോദിച്ചാലും, മദർ ഓഫ് ഹ്യൂമൻ സയൻസ് ചോദിച്ചാലും നമുക്ക് ഒറ്റ ആൻസറേ പറയാനുള്ളൂ. ഈ അമ്മയെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആരാണ്? എലൻ സ്വാലോ റിച്ചാർഡ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു
ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീൽഡ്സ്, ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ്, അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, ഈ ഹോം സയൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് സൈക്കോളജി, ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ്, കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽസ്. അതിലുള്ള ഒരു പോർഷനാണ് നമുക്കിന്ന് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത്. ഏതാണ്? എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു എഡ്യൂക്കേഷനാണ് അല്ലേ? നമ്മൾ എന്തും എഡ്യൂക്കേഷനാണ്. ഇത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനാണ്. അപ്പോൾ എന്താണ്? എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു പോവുകയാണ്? അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓൾറെഡി നമുക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, അതെന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു, കുറച്ചുകൂടി എത്തിക്കുന്നു. അതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് സ്ട്രെച്ച് ഔട്ട് ചെയ്യുകയാണ്, നമ്മളത് ദീർഘിപ്പിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ഔട്ട് ചെയ്യുന്നു. അതാണ് എക്സ്റ്റൻഷൻ, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ലാറ്റിൻ വേർഡ്സ് നിന്നാണ് നമുക്ക് ഡിറൈവ് ചെയ്തു വന്നത്. അത് പല രീതിയിൽ എഡ്യൂക്കേഷ്യോ എന്ന് പറയുന്ന EDUCATIO എഡ്യൂക്കേഷ്യോ എന്ന് പറയുന്ന, എഡ്യൂക്കേഷ്യോ എന്നാണ് ആ വാക്ക്, ലാറ്റിൻ വേർഡ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അതാണോ എന്ന് അറിയില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, എഡ്യൂക്കേഷ്യോ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അതാണ് ഡിറൈവ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ എന്തായി വന്നത്? എഡ്യൂക്കേഷനായിട്ട് വന്നത്. അപ്പോൾ ഇത് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് എഡ്യൂക്കെയർ, EDUCARE പ്ലസ് EDUCERE, ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കെയർ മീൻസ് bring up to, educier to lead out. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനിലേക്ക് കടന്നിട്ടില്ല. അതിനു മുമ്പ് എഡ്യൂക്കേഷൻ എന്താണെന്നറിയാം. എഡ്യൂക്കേഷ്യോ എന്ന് പറയുന്ന ലാറ്റിനാണ്. ലാറ്റിൻ വേർഡ്. അപ്പോൾ ഇതിങ്ങനെ അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്തായി? എന്തെങ്കിലും പറഞ്ഞോ? EDUCATIO, EDUCATIO എഡ്യൂക്കേഷ്യോ ലാറ്റിൻ വേർഡാണ്. ഇത് രണ്ട് വേർഡ്സിന്റെ ജോയിനിങ് ആണ്. ഏതാണ്? എഡ്യൂക്കെയർ, എഡ്യൂസിയർ. എഡ്യൂക്കെയർ മീൻസ് ദ ബ്രിങ് അപ് ടു എന്ന് പറയുന്ന മീനിങ്ങിലേക്കാണ് കേട്ടോ. ബ്രിങ് അപ് ടു. എഡ്യൂസിയർ മീൻസ് ടു ലീഡ് ഔട്ട്. അപ്പോൾ ടു ബ്രിങ് അപ്പ് ടു ലീഡ് ഔട്ട്. മനസ്സിലായോ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? നമ്മളെ ബ്രിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾക്ക് ഉയരാൻ പറ്റും, നമ്മളെ നമ്മൾ ലീഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ബ്രിങ് അപ്പ് ചെയ്ത് ടു ലീഡ് ഔട്ട് എന്നുള്ള മീനിങ്ങിലേക്കാണ് ഈ എഡ്യൂക്കെയർ ആൻഡ് എഡ്യൂസിയർ വരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷ്യോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് എഡ്യൂക്കെയർ, എഡ്യൂസിയർ എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറി. ആദ്യത്തത് CAREയും മറ്റേത് CEREയുമാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ആദ്യത്തത് CARE, ആ കെയറിൻ്റെ മീനിങ് വരുന്നത് ബ്രിങ് അപ്പ് ടു എന്നും CEREയുടെ മീനിങ് വരുന്നത് ടു ലീഡ് ഔട്ട് എന്നുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൺജോയിൻ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? എഡ്യൂക്കേഷ്യോ എന്ന് പറയുന്ന ഇത് വരുന്നത്. ഇനി എന്താണ് എക്സ്റ്റൻ? അപ്പോൾ എഡ്യൂക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോളജ് അക്വയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു
എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ആ ഒരു നോളജ് ആർജിക്കുന്നു, അതാണ് എന്ത് എഡ്യൂക്കേഷൻ്റെ പരിധിയിൽ വരുന്നത്. ഇനി അങ്ങനെ നമ്മൾ ആർജിച്ച എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മളിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, നമ്മളിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോളജ്, ആ നോളജ് എന്ത് ചെയ്യുന്നു? ആ നോളജ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, സ്ട്രെച്ച് ഔട്ട് ചെയ്യാണ്, കുറച്ചുകൂടി ദൈർഘ്യം വരുത്തുകയാണ്. അതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, അതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യണം, പ്രൊവൈഡ് അഡ്വൈസ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റ് ദ ഫാമേഴ്സ്. മെയിനായിട്ട് ഈ അഗ്രാരിയൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഫാമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ, എക്സ്റ്റെൻഡ് എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് വരുന്നത്. റൂറൽ ഏരിയകളിലൊക്കെയാണ് നമ്മൾ ഈ എക്സ്റ്റെൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതിന് കൂടുതൽ ഇത് ഉള്ളത്. അത് വേൾഡ് വൈഡ് ആയിട്ടും അങ്ങനെ തന്നെയാണ്, മനസ്സിലായി? അതിലേക്ക് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങളൊരു ബേസ് കിട്ടിയാലുള്ള, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ട് നമുക്ക് പിന്നെ അതിൽ നിന്ന് പിടിച്ച് കയറാം. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്താണ് ചെയ്യുന്നത്? പ്രൊവൈഡ് അഡ്വൈസ് ആൻഡ് ഇൻഫർമേഷൻ, അഡ്വൈസും ഇൻഫർമേഷനും ആൻഡ് അസിസ്റ്റൻസ് ടു ഫാമേഴ്സിന് അസിസ്റ്റൻസ് കൊടുക്കുന്നു, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു? അവർക്ക് അഡ്വൈസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടു അസിസ്റ്റ് ദ ഫാമേഴ്സ്. ഇപ്പോൾ ഓൾദോ ഫാമേഴ്സ് ഹാവ് ലോട്ട് ഓഫ് നോളജ്, നമുക്കറിയാം ഫാമേഴ്സിന് അവരുടെ ആ ഫീൽഡിനെ സംബന്ധിച്ച് ഒരു ലോട്ട് ഓഫ് നോളജ് അവർക്കുണ്ടാവാം. പക്ഷേ വേറൊരാൾ കൂടി എന്തെങ്കിലും ഒരു അഡ്വൈസോ ഇൻഫർമേഷനോ കൊടുക്കുമ്പോൾ അതെന്തായി? അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇപ്പം നമ്മളെല്ലാവരും തന്നെ പല ഡിഗ്രികൾ എടുത്തവരായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾക്ക് വേറൊരാൾ കുറച്ചുകൂടി അഡ്വൈസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നു. അപ്പോൾ അതെന്തായി? അത് എക്സ്റ്റെൻഡ് എഡ്യൂക്കേഷനായി, നമ്മളുടെ എഡ്യൂക്കേഷൻ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമേഴ്സ് ആർ ഓൾറെഡി അവെയർ അബൌട്ട് ദ ഫാമിങ്ങിനെ കുറിച്ച് അവരെല്ലാവരും അവെയറാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് അഡ്വൈസ്, ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ എന്തിനെങ്കിലും സംബന്ധിച്ച്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രോപ്പിനെ സംബന്ധിച്ച് ആ ക്രോപ്പ് ഇത്ര കാലത്തിനുള്ളിൽ അത് ഡാമേജ് ആകും, അതല്ലെങ്കിൽ അതിൻ്റെ പെസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ് നമുക്ക് നടത്താൻ പറ്റുക എന്നെല്ലാം ഒരു ഇൻഫർമേഷൻ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് എന്തൊരു ബെറ്റർ ഈൽഡ് കിട്ടാനായിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കും അവെയർ അല്ല? നമ്മളുടെ ഫാമേഴ്സിന് അവെയർ അല്ല. അപ്പം നമ്മൾ സയൻസ് അതിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു? എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ പെസ്റ്റ് കൺട്രോൾ, അതേപോലെ തന്നെ പർട്ടിക്കുലർ ക്രോപ്പ് ഇന്ന കാലാവസ്ഥയിലാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു അവെയർനെസ് അവർക്ക് കൊടുക്കുമ്പോൾ എന്താവും? ബെറ്റർ ആയിട്ട് ബെറ്റർ ഈൽഡ് കിട്ടും. മനസ്സിലായി? അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ എന്തായി? ബേസിക്കലി അവർക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ അവർക്ക് അഡ്വൈസ് ആൻഡ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുകയാണ്? ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്തായി? എക്സ്റ്റെൻഡ് ആയി. അതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി ഉള്ള ഒരു എഡ്യൂക്കേഷൻ അതിൻ്റെ ബെറ്റർ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്, ബെറ്റർ ഈൽഡിന് വേണ്ടിയിട്ടോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ എഡ്യൂക്കേഷൻ എന്തായി? എക്സ്റ്റെൻഡഡ് എഡ്യൂക്കേഷനായി. അവിടെ എക്സ്റ്റൻഷൻ വന്നു. ക്ലിയറായോ? ക്ലിയറായി. അപ്പോൾ ഇതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മളതിൻ്റെ ബേസാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. അപ്പോൾ റഫായിട്ട് മനസ്സിലാക്കുക. കാരണം ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്, ആ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്? എവിടെ നിന്നാണ് ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ വന്നത്? എവിടെ നിന്നെങ്കിലും ഇത് ഉത്ഭവിച്ച് വരണമല്ലോ. അപ്പോൾ അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്ന് നമുക്ക് നോക്കാം. ഇൻ 1873 ആ ഡേറ്റ് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് ഏത്? 1873. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ബൈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലണ്ടിലുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ഓർത്തിരിക്കുക, മനസ്സിലായി. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് എക്സ്റ്റൻഷൻ ആയിട്ട് എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്, ബൈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ ഇയർ 1873. മറന്നു പോയത് 1873. 1873 ദ ടേം എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ അതിൽ എന്താണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ്? പർട്ടിക്കുലർ സിസ്റ്റം ഡെഡിക്കേറ്റഡ് ടു ദി ഡിസെമിനേറ്റിംഗ് ഓഫ് നോളജ് ടു റൂറൽ പീപ്പിൾ വേർ ദേ ലീവ്ഡ് ആൻഡ് വർക്ക്ഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് റൂറൽ ഏരിയയിലേക്ക്, കാരണം ഓൾറെഡി കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ട്, അവർക്ക് അഡീഷണൽ ആയിട്ട് ഡിസമിനേഷൻ നടത്തുകയാണ്, അവർക്ക് എത്തിക്കുകയാണ്. എന്താ? ഡിസമിനേഷൻ ഓഫ് നോളജ് ടു ഹൂം? ടു റൂറൽ പീപ്പിൾ ദേ ആർ ലീവ്ഡ് വേർ ദേ ലീവ്ഡ് ആൻഡ് വർക്ക്ഡ്. അവർ അവിടെ താമസിക്കുന്നവരും അവിടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള റൂറൽ മേഖലയിലുള്ള ആളുകളിലേക്ക് നോളജ് ഡിസമിനേറ്റ് ചെയ്തു. എവിടെ? ഇംഗ്ലണ്ടിൽ. അങ്ങനെയാണ് ഫസ്റ്റ് ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. റൂറൽ ഏരിയയിൽ താമസിക്കുന്ന, അവിടെ റിസൈഡ് ചെയ്യുന്ന, അവിടെ വർക്ക് ചെയ്യുന്ന റൂറൽ പീപ്പിളിന് എന്ത് ചെയ്തു? നോളജ് ഡിസമിനേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്തു? എഡ്യൂക്കേഷൻ എക്സ്റ്റൻഷൻ അവിടെ വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് 1873 ഇംഗ്ലണ്ട് ബൈ ദ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് വന്നത് അവിടെയാണ്. പിന്നെ അതിനുശേഷം സംഭവിച്ചു, എവിടെയെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും, ഇപ്പോൾ കൊറോണ തന്നെ അവിടെ ചൈനയിൽ വന്നു, എല്ലായിടത്തേക്കും വ്യാപിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് എന്ത് ചെയ്തു? ഇത് മൊത്തം ഇങ്ങനെ എല്ലായിടത്തും വന്നു. അങ്ങനെ USA വന്നു, ഇന്ത്യയിൽ വന്നു, പിന്നെ ചൈനയിൽ വന്നു. ചൈനയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ചൈന 1924. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ചൈനയിലേക്ക് ഇതെത്തിയത്. ചൈനയിൽ ഫസ്റ്റ് എക്സ്റ്റൻഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഫസ്റ്റ് എക്സ്റ്റൻഷൻ എന്നാവുന്ന ഫസ്റ്റ് എക്സ്റ്റൻഷൻ ഇൻ ചൈന 1924 ഫസ്റ്റ് എക്സ്റ്റൻഷൻ വന്നത് ചൈനയിൽ. ഇനി ആരാണ് ഇതിൻ്റെ ഫാദർ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഫാദർ നോക്കി. ഫാദർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സ്റ്റൻഷൻ ആരാണ്? ജെയിംസ് സ്റ്റുവാർട്ട്. JAMES. ജെയിംസ് STUART. സ്റ്റുവാർട്ട്. ഫാദർ ഓഫ് യൂണിവേഴ്സിറ്റി extension. ഫാദർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സ്റ്റൻഷൻ ആരാണ്? ജെയിംസ് സ്റ്റുവാർട്ട്. സ്പെല്ലിംഗ് JAMES STUART. പേരുകളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ജെയിംസ് സ്റ്റുവാർട്ട് ആണ് ഫാദർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സ്റ്റൻഷൻ. The growth and success of the extension work in Britain influenced similarly activating in different countries. പല കൺട്രീസിലേക്കും പോയി. ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു സ്ഥലത്ത് വന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി. അങ്ങനെ നമ്മളുടെ ചൈനയിലെത്തി 1924. നമ്മൾക്ക് ഇന്ത്യയിലേക്ക് എപ്പോഴാണ് എത്തിയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എയിംഡ് അറ്റ് ദ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ, റിമോട്ട് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയ ഓഫ് ദ കൺട്രി. നമ്മളുടെ രാജ്യത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളത് എന്ത് ചെയ്തു? നമ്മൾ എയിംഡ് അറ്റ്, അത് മെയിനായിട്ട് എയിം ചെയ്തത് എന്തായിരുന്നു? മെയിൻ പർപ്പസ് അതല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, ഒരു വികസനം. എവിടെയാണ് വരുന്നത് സമഗ്ര വികസനം? റൂറൽ, റിമോട്ട് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയ ഓഫ് ദ കൺട്രി. 3 കാറ്റഗറിയിലുള്ള, അതായത് റൂറൽ ആയിട്ടുള്ള, വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള, റിമോട്ട് ആയിട്ടുള്ള ഏരിയകളിൽ നമ്മുടെ രാജ്യത്ത് ആ സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വന്നത്. അതിൻ്റെ റീസെൻ്റ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1952. റീസെൻ്റ് ഒറിജിൻ ഇൻ ഇന്ത്യ
1952-53 പീരീഡിലാണ് അതിൻ്റെ റീസെൻ്റ് ഒറിജിൻ ഇൻ ഇന്ത്യ. അതായത് റീസെൻ്റ് ആയിട്ട് അത് ഒറിജിൻ ചെയ്തത് 1952-53 ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വന്നപ്പോൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എയിംഡ് അറ്റ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്. ആരുടെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് ആണ്, ആരുടെ സമഗ്ര വികസനമാണ് ഇന്ത്യ ലക്ഷ്യമാക്കിയത്? റൂറൽ, അതേപോലെ തന്നെ റിമോട്ടായിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിലേക്ക്, നമ്മളുടെ രാജ്യത്തിൻ്റെ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിലേക്ക് ഇതെന്ത് ചെയ്തു, ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എത്തിച്ചു കൊടുത്തു. അപ്പോൾ അതാണ് അത് റീസെൻ്റ് ആയിട്ട് അതിൻ്റെ ഒറിജിൻ വരുന്നത് 1952-53 അതിൻ്റെ റീസെൻ്റ് ഒറിജിൻ. ഇനി ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഹെൽത്ത് ബിഗാൻ ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ആസ് എ റിസൾട്ട് സെവറൽ റിഫോംസ് ആൻഡ് എഫേർട്സ് മെയ്ഡ് ഓവർ ഇയേഴ്സ്. അതായത് വർഷങ്ങൾ എടുത്തിട്ട് മെയിനായിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ബിഗൺ ചെയ്തത് എവിടെയാണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് അവിടെയാണ് എഡ്യൂക്കേഷൻ. അതായത് നമ്മളുടെ ബേസ്, നമ്മളുടെ മെയിൻ ബേസ് എന്താ? നമ്മളുടെ ഇവിടുത്തെ അഗ്രികൾച്ചറാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇത് കൊടുത്താലാണ് നമ്മളുടെ സമ്പദ്ഘടന, നമ്മളുടെ കൺട്രി നിലനിൽക്കുകയുള്ളൂ, അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ബേസിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഹാഡ് ബിഗൺ ഫസ്റ്റ് ടൈം ഇൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഏരിയയിലും റിമോട്ട് ഏരിയയിലും അതേപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് ഏരിയയിലേക്കും പോയി എന്ന് പറഞ്ഞു. അവിടെ എന്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത്? അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ബിഗൺ ചെയ്തത് എന്തിലാണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിനാണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സെവറൽ റിഫോംസ് ഇവിടെ വന്നു, അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ ബിഗിനിങ് 1860 നമുക്ക് പറയേണ്ടി വരും. ഇവിടെ അതിൻ്റെ ബേസ്, ഇന്ത്യയിൽ അതിൻ്റെ ബേസ് 1860 വരും. പക്ഷേ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? അതിൻ്റെ യഥാർത്ഥ ഫോമിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1873 അതാണ് അതിൻ്റെ ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ എല്ലാ പർപ്പസും സാറ്റിസ്ഫൈ ചെയ്ത്, എല്ലാ പർപ്പസും മീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1873. അപ്പോൾ ചോദിക്കും ഈ 1860 എന്താണ്? 1860 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, പക്ഷേ ഇത് ഫുൾ മോഡലായിട്ട് ഇറങ്ങിയെന്ന് പറയുന്നത് 1873. ഇപ്പോൾ എക്സാമ്പിൾ ഒരു കാറ് നമ്മൾ എല്ലാ സ്ട്രക്ചറും അതിൽ വന്നു, ടയറും അതുപോലെ തന്നെ ബോഡിയും അതുപോലെ എല്ലാ കാര്യങ്ങളും വന്നു. അത് അങ്ങനെ വന്നപ്പോൾ അത് 1873. പക്ഷേ അത് വെറുതെ വീല് മാത്രമേ ആയിട്ടും ടോപ്പൊന്നുമില്ല, അങ്ങനെ നമ്മൾ തള്ളിക്കൊണ്ട് കിടക്കാവുന്ന രീതിയിൽ വന്നു എന്ന് പറയുന്ന പോലെ അത് 1860. പക്ഷെ അതിൻ്റെ സ്ട്രക്ചറോ അതിൻ്റെ പർപ്പസോ ശരിയായ രീതിയിൽ മീറ്റ് ചെയ്യാതെയാണ് ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ റീസെൻ്റ് ഒറിജിൻ 1952-53 വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അത് ശരിക്കും ആ ഒരു ഇതേപോലുള്ള ഇവർ മീറ്റ് ചെയ്ത ആ സ്ട്രക്ചറുകളിൽ തന്നെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ആ സ്ട്രക്ചറിൽ തന്നെ വന്നു 1952-53 കാലഘട്ടത്തിൽ. ആദ്യത്തതിൽ വെറുതെ ഒരു 1860കളിൽ ഇങ്ങനെ ആ റിഫോംസ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. 1860 ഇവിടെ ഇവർ വന്ന് ഈ നമ്മളുടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അവർ കുറേ റിഫോംസ് ഇവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ PSCയുടെ മറ്റു പരീക്ഷകളിൽ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്. കോൺവാലിസ്, അങ്ങനെ ലോർഡ് കോൺവാലിസ് അങ്ങനെയുള്ളവർ കുറേ പരിഷ്കാരങ്ങൾ ഇവിടെ കൊണ്ടുവന്നു, റിഫോംസ്, ലാൻഡ് റിഫോംസ് അങ്ങനെയുള്ള 18. അപ്പോൾ പക്ഷെ അതിൻ്റെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിച്ചത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, ആർക്കാണോ നമ്മളുടെ എഡ്യൂക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അവർക്ക് യഥാർത്ഥ ഫലം കിട്ടിത്തുടങ്ങിയത് നമ്മൾ 1952-53 മനസ്സിലായി. ഇവിടെ ഇവർ 1873 ശരിക്കും ആ ഫലം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അവരവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1873 എന്ന് പറയുന്നത്. മനസ്സിലായി. ഇനി നമ്മളുടെ ഓപ്ഷനിൽ 1860 ആണോ 1873 ഇല്ല എങ്കിൽ അതിലെ കറക്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് 1860 എഴുതേണ്ടി വരും. 1873 ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ 1873 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? കറക്റ്റായിട്ട് 1873 എഴുതണം. ഇനി 1873 ഇല്ല, 1860 ആണ് കിടക്കുന്നതെങ്കിൽ 1860 എഴുതണം. മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ട്, അത് അവർ ഡിസ്ക്രൈബ് ചെയ്ത് കുറച്ച് ഇൻഫർമേഷൻസ്, കുറേ അഡ്വൈസുകൾ ആർക്ക് കൊടുത്തു? റൂറൽ ഏരിയാസിൽ ലീവ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരിലേക്കും എഡ്യൂക്കേഷൻ
എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലേറ്റർ വേൾഡ് വൈഡ് ആയിട്ട് എന്ത് ചെയ്തു, അതെല്ലായിടത്തേക്കും എന്തായി പ്രചരിച്ചു. അങ്ങനെ വന്ന് നമ്മളുടെ ഇന്ത്യയിലും വന്നു, ചൈനയിൽ വന്നു, USA വന്നു. അപ്പോൾ ഓരോന്നിലും ഈ പല സ്ഥലങ്ങളിലും ഈ ചൈനയൊക്കെ സ്ട്രെസ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ ചൈന മാത്രം എഴുതിയെന്ന് ചോദിക്കും. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അതുപോലെ തന്നെ നമ്മൾ UGC നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഈ ചൈനയുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1924 ഫസ്റ്റ് ആയിട്ട് അവിടെ എക്സ്റ്റൻഷൻ ഇൻ ചൈന എന്ന് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ 1924, മനസ്സിലായി. അതേപോലെ തന്നെ അതിൻ്റെ ഫാദർ ആരാണ്? ഫാദർ ജെയിംസ് സ്റ്റുവർട്ട് ആണ്, ഫാദർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സ്റ്റൻഷൻ. ജെയിംസ് സ്റ്റുവർട്ട്, ഫാദർ ഓഫ്, നമ്മൾ നേരത്തെ ഒരു ഫാദറും ഒരു മദറും പഠിച്ച് ഇതെല്ലാം കൂടി, അതായത് ഇത് ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഇപ്പോൾ കുറിച്ചെടുക്കുന്നവരെല്ലാവരും തന്നെ ഒരു ആവർത്തി വായിച്ചിട്ടും വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ ഈ ഫാദറും മദറും ഒക്കെ കൺഫ്യൂഷനായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഫാദർ ആരാണ്? ഏത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഫാദർ എന്താണ്? ജെയിംസ് സ്റ്റുവർട്ട് ആണ്, ഫാദർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സ്റ്റൻഷൻ. ഇനി ഇന്ത്യയിൽ ഉള്ള എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഇന്ത്യക്കാരാണ്, അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് അതിൻ്റെ റീസെൻറ്റ് ഒറിജിൻ ഇന്ത്യയിൽ വന്നത് 1950 to 53 മനസ്സിലായി. ഇത് ആദ്യമായിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അത് ബിഗൺ ചെയ്തത് എവിടെയാണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിലേക്ക് അതിൻ്റെ ഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ സർട്ടൺ റിഫോംസ് ആർ ഒറിജിനേറ്റഡ് ഹിയർ. ആ റിഫോംസ് വന്നത് 1860 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ചെറിയൊരു ബേസ്. ഒരു സെക്കൻഡ്. ഇതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. അപ്പോൾ 1873 വന്നു, ബ്രിട്ടനിൽ വന്നു, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. 1924 ചൈനയിലെത്തി. ചൈനയിൽ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് ഇന്നത്തെ രീതിയിലുള്ള എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ റീസെൻറ്റ് ഒറിജിൻ വന്നത് 50 to 53 മുമ്പ് ഇവിടെ അഗ്രികൾച്ചറൽ ഫീൽഡിനാണ്. അതിൽ certain റിഫോംസ് വന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ബിഗൺ ചെയ്തത് ഇന്ത്യയിൽ എന്തിലാണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിലാണ്. അതിനുശേഷം 1860 എന്ത് സംഭവിച്ചു? 1860 ആ സംഭവം. അത് ഈ സർട്ടൺ റിഫോംസ് എല്ലാം വന്നിട്ട് ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് ഇന്ത്യയിൽ വന്നത്. പക്ഷേ ശരിക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആൻസർ 1873 ആണ്. അതിന് ഒരു പ്രധാനപ്പെട്ടത് പറയാൻ വിട്ടുപോയി. KN സിംഗ്, SINGH, സിംഗ്. ആരാണ് KN സിംഗ്? ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. KN സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പഠിച്ച ഫാദർ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഫാദർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജെയിംസ് സ്റ്റുവർട്ട് നമുക്ക് പറയണം. പക്ഷേ ഇന്ത്യയിലെ ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആരാണ്? KN സിംഗ്. KN സിംഗ് ആണ് ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഫാദർ KN സിംഗ് ആണ്. നേരത്തെ പഠിച്ചത് ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ ജെയിംസ് സ്റ്റുവർട്ടിനെ കുറിച്ച് പറയുക. ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ചോദിച്ചാൽ ഒരു സിംഗ് ആണ്. ആരാണ്? KN സിംഗ്. മനസ്സിലായ? KN സിംഗ് ആണ് ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷനിൽ, അതായത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനും ഈ ഫോമൽ എഡ്യൂക്കേഷനും, അതായത് എഡ്യൂക്കേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്.
ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ. അപ്പം ഈ എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. ഇനി ആ എഡ്യൂക്കേഷൻ, പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ, ദർ ആർ 3 ടൈപ്സ്. എത്രയാണ് എഡ്യൂക്കേഷൻ? 3 ടൈപ്സ് എഡ്യൂക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫോമൽ, ഇൻഫോമൽ ആൻഡ് നോൺ ഫോമൽ. ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഉള്ളത്. ഏതൊക്കെയാണ്? ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ. മനസ്സിലായോ? ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്കാഡമിക് നോളജ് ആണ് ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക് നിലവാരത്തിലുള്ള നോളജ്. അത് നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദിസ് ടൈപ്പ് ഓഫ് നോളജ് വി വിൽ ഗെറ്റ് ഫ്രം ദ പ്രിമൈസസ് ഓഫ് ദി സ്കൂൾ പ്രിമൈസസിൽ നിന്ന്, അല്ലെങ്കിൽ അക്കാഡമിയുടെ പ്രിമൈസസിൽ നിന്ന്. മനസ്സിലായി? അതെല്ലാം എന്താണ്? ഫോമൽ എഡ്യൂക്കേഷൻ ആണ്. അതെല്ലാം ഫോമൽ എഡ്യൂക്കേഷൻ ആണ്. ഇറ്റ് ഈസ് എ ഫോമൽ ലേണിംഗ് യൂഷ്വലി ടേക്ക് പ്ലേസ് വിത്തിൻ ദ പ്രിമൈസസ് ഓഫ് ദ സ്കൂളിന്റെ പ്രിമൈസസിൽ നിന്ന് കിട്ടുന്നു. ഇറ്റ്സ് ബേസിക് അതിന്റെ ബേസിക് എന്താണ്? അക്കാഡമിക് നോളജ് ആണ്. ദാറ്റ് ചൈൽഡ് ലേൺ ഇൻ ഫോമൽ മാനർ. വളരെ ഫോമൽ മാനറിൽ ചൈൽഡ് ലേൺ ചെയ്യുന്നു. അതാണ് ഫോമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. അപ്പോൾ ഫോമൽ എഡ്യൂക്കേഷൻ, അപ്പോൾ എഡ്യൂക്കേഷൻ 3 ടൈപ്പ്: ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ. ഫോമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നത് എവിടെയെന്ന്, നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്ന എഡ്യൂക്കേഷൻ? ഫ്രം ദ അക്കാഡമിക് ലെവലിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രം ദ പ്രിമൈസസ് ഓഫ് ദി സ്കൂൾ പ്രിമൈസസിൽ നിന്നാണ് കിട്ടുന്നത്. മനസ്സിലായി? ഇറ്റ്സ് എ ബേസിക് അക്കാഡമിക് നോളജ് ദാറ്റ് ചൈൽഡ് ലേൺ ഇൻ ഫോമൽ മാനർ. ഫോമൽ മാനറിൽ ഒരു ചൈൽഡ് ലേൺ ചെയ്യുന്നതാണ് എന്ത്? ഫോമൽ എഡ്യൂക്കേഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് നോക്കാം. എന്താ ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിക്കുക. ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അത് പാരന്റ് ടീച്ച് ചെയ്യണം. എന്താ? ടീച്ചിങ് എ ചൈൽഡ് ഓഫ് പ്രിപ്പയർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിൽസ് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, റൈഡിങ് എ സൈക്കിൾ, അതിന് വേണ്ടിയിട്ട് പാരന്റ് കുട്ടിയെ സഹായിക്കുന്നു. അതെല്ലാം എന്താണ്? ഇൻഫോമൽ എഡ്യൂക്കേഷൻ. അതിന് വേണ്ടി നമുക്കൊരു സ്കൂൾ പ്രിമൈസസിൽ പോകണോ? വേണ്ട. അങ്ങനെയുള്ളതാണ് എന്ത്? ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് ദ പ്രിമൈസസ് ഓഫ് ദി സ്കൂൾ ഓർ വിത്തൗട്ട് ദ പ്രിമൈസസ് ഓഫ് ആൻ അക്കാഡമി, അങ്ങനെയുള്ളതാണ് ഇൻഫോമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഏതാണ്? നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. അതെന്താണ്? അപ്പോൾ ഇത് രണ്ടും പറഞ്ഞു. ഇനി നോൺ ഫോമൽ എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. നോൺ ഫോമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അഡൾട്ട് ബേസിക് എഡ്യൂക്കേഷൻ. അഡൾട്ട് ബേസിക് എഡ്യൂക്കേഷൻ. ഇപ്പോൾ അഡൾട്ട് ലിറ്ററസി എഡ്യൂക്കേഷൻ, സാക്ഷരത, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ? ഓർ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഏതെങ്കിലും പർട്ടിക്കുലർ സ്കില്ലിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് പർട്ടിക്കുലർ സ്കിൽ ഓർ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്കില്ലോ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷനാണ് എന്ത്? നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ വരുന്ന സംഭവം എന്താണ്? ഒരു പർട്ടിക്കുലർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. അതാണ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ്റെ പട്ടികയിൽ വരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ 3 ടൈപ്സ് ഉണ്ട്: ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ. അതിന് ഫോമൽ എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? അക്കാഡമി ലെവലിലുള്ള എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ we will get the education from the academy or the school premises. That is a formal education. Informal education is the opposite of formal education. There is no need to go to academy. It will get from the parents. പാരൻറ്റിൽ നിന്നാണ് നമുക്ക് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ റൈഡിങ് എ സൈക്കിൾ. അപ്പോൾ നമ്മളുടെ അച്ഛൻ കുട്ടികളെ സഹായിക്കുന്നു സൈക്കിൾ ചവിട്ടാൻ. അതുപോലെ തന്നെ മീൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം പഠിപ്പിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഒരു ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. ഇന്ന സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. മനസ്സിലായി? ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നാണ്. ഇതെല്ലാം നമ്മളുടെ ഹോം സയൻസിൽ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കുക? അതുകൊണ്ടാണ് ഹോം സയൻസ് ഹോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇൻഫോർമൽ എഡ്യൂക്കേഷനും എന്തിൽ വരുന്നതാണ്? നമ്മുടെ ഹോം സയൻസിലെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഈ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു പർട്ടിക്കുലർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി എന്ത് ചെയ്യുന്നു? ആ ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഓർഗനൈസ്ഡ് ആയിരിക്കും. ഓർക്കുക, നമ്മുടെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എപ്പോഴും എങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും? ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കും.
ഓർഗനൈസ് ചെയ്യണം. മനസ്സിലായോ? ഓർഗനൈസ് ചെയ്തിട്ടാണ് നമുക്ക് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ, ഒരു പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ. അതായത് അത് അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിട്ടയോടുകൂടി ഓർഗനൈസ് ചെയ്യുന്ന എഡ്യൂക്കേഷനാണ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. എന്താ ആ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഇൻ ഓർഡർ ടു ഡെവലപ്പ് എ പർട്ടിക്കുലർ എബിലിറ്റി ഓർ പർട്ടിക്കുലർ സ്കിൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിയുടെ പർട്ടിക്കുലർ സ്കില്ലോ എബിലിറ്റിയോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് എന്ത്? നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അത് നോട്ട് ചെയ്യുക. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ ലിറ്ററസി പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇതെല്ലാം നോൺ ഫോർമൽ എഡ്യൂക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ ചോദിക്കും ഇതും നോൺ ഫോർമലും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കാഡമിയിൽ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ പ്രിമൈസസിൽ നിന്ന് അല്ലല്ലോ, അങ്ങനെ അല്ല കിട്ടുന്നത്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ലിറ്ററസി പ്രോഗ്രാം ഇതെല്ലാം അവിടെ പോയിട്ടല്ല പഠിക്കുന്നത്. ഏതെങ്കിലും നമ്മൾ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, അവരെ ടീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്കില്ലിന് വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? പക്ഷേ ഇവിടെ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ചൈൽഡ് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ LKG UKG അങ്ങനെ പഠിച്ച് പോവുകയാണ്. ആ ടീച്ചിങ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രിമൈസസ് ഓഫ് ദി സ്കൂൾ പ്രിമൈസസിൽ നിന്ന് കിട്ടുന്നു. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് പാരൻസ് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സൈക്കിൾ റൈഡ് ചെയ്യാൻ അതുപോലെ തന്നെ ഓരോ എന്തിനനുസരിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലനുസരിച്ചിട്ട് നമ്മളുടെ വീടുമായിട്ട് ഇണങ്ങിച്ചേർന്ന് അവർ ജീവിക്കുന്നു. ആ എഡ്യൂക്കേഷൻ നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ ഓരോരോ വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത്, അപ്പോൾ നമ്മൾ എന്താണോ കാണിക്കുന്നത് അതേ രീതിയിലാണ് നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ വളർന്ന് വരുന്നത്. മനസ്സിലായോ? നമ്മൾ നേരെ പോയില്ലെങ്കിൽ കുട്ടികളും അതേപോലെ തന്നെ വരും. ഇപ്പം നമ്മൾ നേരെ പോയിട്ടും കാര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത്രയും നമ്മൾ എന്നാലും നമ്മൾ ആ കുറച്ച് വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഈ ഇൻഫോർമൽ ഇത് വരുന്നുണ്ട്. മനസ്സിലായി? അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ അതാണ് ഇൻഫോർമൽ. നോൺ ഫോർമൽ എന്ന് പറഞ്ഞാൽ വളരെ ചിട്ടയായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്കിൽ ഓർ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയോ സ്കില്ലോ ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത്? നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് വീണ്ടും എന്തിലേക്ക് വരാം? എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. ഇത് നേരത്തെ പറയേണ്ടതാണ്, വിട്ടുപോയതാണ്. എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പറയണമായിരുന്നു. എഡ്യൂക്കേഷൻ 3 ടൈപ്സ് ഉണ്ട്: ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ. ഇനി ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിൽ വരും, ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഏതാണ്? ഫോർമലിൽ വരുമോ, ഇൻഫോർമലിൽ വരുമോ, നോൺ ഫോർമലിൽ വരുമോ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ പറയാൻ പറ്റും ഏതാണ് ഇതിൽ വരുന്നതെന്ന്. എഡ്യൂക്കേഷൻ, ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഫോർമലിൽ വരുമോ, ഇൻഫോർമലിൽ വരുമോ, നോൺ ഫോർമലിൽ വരുമോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ? അങ്ങനെയാണെങ്കിൽ ഏതിലാണ് വരിക? അതിൽ ഒരു അക്കാഡമിയിൽ പോയിട്ടാണോ നമ്മൾക്ക് കിട്ടുക? ആലോചിച്ച് നോക്കുക. അക്കാഡമി പോയിട്ടാണോ? അല്ല. അപ്പോൾ ഒരു ഇൻഫോർമലായിട്ടുള്ളൊരു എഡ്യൂക്കേഷനാണ് ഏത്? ഈ നമ്മൾ ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഒരു ഇൻഫോർമേഷൻ, അതായത് നമ്മൾ വീണ്ടും ഒരു ഫർദർ ഇൻഫോർമേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് അതൊരു? അതേപോലെ തന്നെ അത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഫീൽഡ് ആൻഡ് ഫാമേഴ്സ് പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. പ്രാക്ടിക്കൽ ഫീൽഡ് ആൻഡ് ഫാമേഴ്സ് പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം പ്രാക്ടിക്കൽ ആൻഡ് ഡെവലപ്പ് ഇൻ ടു തിയററ്റിക്കൽ. കണ്ട, അതാണ്. അതായത് പ്രാക്ടിക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രാക്ടിക്കൽ, ദെൻ ഗോസ് ഇൻ ടു തിയററ്റിക്കൽ. പക്ഷെ ഫോർമൽ എഡ്യൂക്കേഷനിൽ അങ്ങനെയല്ല. ഫോർമൽ എഡ്യൂക്കേഷനിൽ തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രാക്ടിക്കലിൽ കൊണ്ടുപോയി എത്തിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഇൻഫോർമൽ എന്താണ്? പ്രാക്ടിക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിയററ്റിക്കലിൽ കൊണ്ടുപോയി എത്തിക്കുന്നു. മനസ്സിലായി? ഇപ്പോൾ ഏതെങ്കിലും ബെറ്റർ ഈൽഡ് കിട്ടുന്ന ഒരു ക്രോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെസ്റ്റ് നമ്മൾ കൺട്രോൾ ഫെസിലിറ്റീസ് നമ്മൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെസ്റ്റ് കൺട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ബെറ്റർ ഈൽഡ് കിട്ടും. അതായത് പെസ്റ്റിനെ എല്ലാം നമുക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഫാമേഴ്സിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. എന്നിട്ടത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? തിയററ്റിക്കലായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ വരികയാണ്. കാരണം പ്രാക്ടിക്കലിൽ നിന്ന് തിയററ്റിക്കലായിട്ട് വരികയാണ്. പക്ഷേ ഇൻഫോർമലിൽ അതല്ല, ഇൻഫോർമലിലാണത്. ഇനി ഫോർമലിൽ അങ്ങനെയാണ്, ഫസ്റ്റ് തിയറി വരും, ദെൻ
പ്രാക്ടിക്കൽ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? അപ്പോൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. അതിൽ പ്രാക്ടിക്കൽ ഫീൽഡ് ആദ്യം വരും. ആൻഡ് ഫാമേഴ്സ് പ്രോബ്ലം ഓറിയൻറ്റഡ്, ഫാമേഴ്സിൻ്റെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് എന്ത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം പ്രാക്ടിക്കൽ ആൻഡ് ഡെവലപ്പ് ഇൻ ടു തിയററ്റിക്കൽ. ആദ്യം പ്രാക്ടിക്കൽ വരും, അത് ഡെവലപ്പ് ചെയ്ത് എന്ത് പോവും തിയററ്റിക്കലിലേക്ക് മാറും. അതുപോലെ തന്നെ ദർ ഈസ് നോ ഫിക്സ്ഡ് കരിക്കുലം, ഒരു കരിക്കുലം ഇല്ല. നമ്മൾക്ക് ഫോർമൽ എഡ്യൂക്കേഷന് പോലെ തന്നെ ഒരു കരിക്കുലം ഉണ്ടോ? ഇല്ല. ഇതിന് പ്രത്യേക കരിക്കുലം ഉണ്ട്. ഇതിൻ്റെ സ്കീം അനുസരിച്ചിട്ട് NCERT സിലബസ് അല്ലെങ്കിൽ CBSE സിലബസ് അങ്ങനെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് ഒരു പ്രത്യേക കരിക്കുലം ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എഡ്യൂക്കേഷനാണ് എന്ത് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ എഡ്യൂക്കേഷന് അങ്ങനെ പ്രത്യേകിച്ചൊരു കരിക്കുലം ഇല്ലാത്ത ഒരു എഡ്യൂക്കേഷനാണ്. ദർ ഈസ് നോ ഫിക്സ്ഡ് കരിക്കുലം. ടീച്ചിങ് നീഡ് ബേസ്ഡ് ആൻഡ് പ്രോബ്ലം ഓറിയൻറ്റഡ്. പിന്നെ എങ്ങനെയുള്ളതാണ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നീഡ് ബേസ്ഡ്, ആവശ്യത്തിനനുസരിച്ചിട്ട് നീഡ് ബേസ്ഡ് ആണ്. ആൻഡ് പ്രോബ്ലം ഓറിയൻറ്റഡ്, എന്താണ് അതിൻ്റെ പർട്ടിക്കുലർ പ്രോബ്ലം, എന്താണ് ആ പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഒരു ക്രോപ്പ് വളരാത്തത്, ഗ്രോത്ത് വരാത്തത്, അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത് എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് പെസ്റ്റിന് എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ, മനസ്സിലായി? അങ്ങനെ ആ നീഡ് അനുസരിച്ചിട്ടാണ്, നീഡ് ബേസ്ഡ് ആണ്. അവിടെ ടീച്ചിങ് വരുന്നത് എങ്ങനെയാണ്? നീഡ് ബേസ് ആണ്. ആൻഡ് പ്രോബ്ലം ഓറിയൻറ്റഡ്, ഓരോരുത്തരുടെയും പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ്, ആ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് എന്ത് വരുന്നത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രാക്ടിക്കൽ ഫീൽഡ്, അപ്പോൾ നമ്മൾ റഫായിട്ട് മനസ്സിലാക്കിയ കാര്യം ഒന്നുകൂടി പറയാം. നമ്മളുടെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ വരുന്നത് ഇൻഫോർമൽ ആണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ വന്നിട്ട് ദെൻ ഇറ്റ് ഡെവലപ്പ് ഇൻ ടു തിയററ്റിക്കൽ. അതെങ്ങോട്ട് മാറും? തിയററ്റിക്കലിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ്. ദർ ഈസ് നോ ഫിക്സ്ഡ് കരിക്കുലം, നോ കരിക്കുലം, ഒരു പ്രത്യേക കരിക്കുലം ഇല്ല. പിന്നെ ടീച്ചിങ് എങ്ങനെയാണ്? നീഡ് ബേസ്ഡ്. ടീച്ചിങ് എങ്ങനെയാണ്? നീഡ് ബേസ്ഡ്, ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. നീഡ് ബേസ്ഡ്, നീഡ് ബേസ്ഡും ആണ്. അതുപോലെ തന്നെ പ്രോബ്ലം ഓറിയൻറ്റഡ്, പ്രോബ്ലം ഓറിയൻറ്റഡ്. മനസ്സിലായോ? അപ്പോൾ ടീച്ചിങ് എങ്ങനെയുള്ളതാണ്? നീഡ് ബേസ്ഡ്, അതായത് ആവശ്യക്കാർക്ക് അവരുടെ നീഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എന്തൊക്കെയാണോ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുകയാണ്? പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. ഇത്തരമുള്ള എഡ്യൂക്കേഷനാണ് എന്ത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്, അത് ആ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ യഥാർത്ഥ മീനിങ് നമുക്ക് പഠിക്കണം. മീനിങ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, അതായത് ഒത്തിരി ഡെഫിനിഷൻസും ഒത്തിരി കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഡിഫൈൻ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ നമുക്കത് പറയും എന്ന് നോക്കാം. Extension education is an applied behavioral science dealing with desirable changes in the behavioral complex of human beings through various strategies and programs by applying the latest scientific and technological innovations. എങ്ങനെയാ പറയുന്നത്? എന്താ പറഞ്ഞത്? എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ് ആണ്. ബിഹേവിയറിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സയൻസ് ആണ് അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ്. അതായത് എക്സിസ്റ്റിംഗ് അല്ല, അപ്ലൈ ചെയ്യുകയാണ്, ആപ്ലിക്കേഷൻ ആണ്. അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ് എന്തിനെയാണ് അത് ഡീൽ ചെയ്യുന്നത്? ഡീലിംഗ് വിത്ത് ഡിസൈറബിൾ ചേഞ്ചസ്, ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുകയാണ്. എന്തിലാണ് ചേഞ്ചസ് വരുത്തുന്നത്? ബിഹേവിയറൽ കോംപ്ലക്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറൽ കോംപ്ലക്സ്, അതിന് എന്ത് ചെയ്യുന്നു? അതിലേക്ക് അതിൻ്റെ ഡിസൈറബിൾ ചേഞ്ചസിന് വേണ്ടി, ചേഞ്ചസ് ആണ് ഈ സയൻസ്, ബിഹേവിയറൽ സയൻസ് ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഈസ് ആൻ അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ് ആണ്. അതായത് ഒരു ബിഹേവിയറൽ സയൻസ് ആണ്, അത് അപ്ലൈ ചെയ്യുകയാണ്. എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? ഡിസൈറബിൾ ചേഞ്ചസ് വരുത്താൻ. എന്തിലാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്? ബിഹേവിയറൽ കോംപ്ലക്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്,
ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറൽ കോംപ്ലക്സിൽ മാറ്റങ്ങൾ വരുത്തുന്നു. എങ്ങനെയാണ് ആ മാറ്റങ്ങൾ വരുത്തുന്നത്? ഡെഫിനിഷൻ ത്രൂ വേരിയസ് സ്ട്രാറ്റജീസ്, പല വിധത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, ആൻഡ് പ്രോഗ്രാംസ്, പല വിധത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ബൈ അപ്ലൈയിങ് ദ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, പുതിയ ടെക്നോളജികളും പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സയൻറ്റിഫിക് അപ്രോച്ചുകളും എല്ലാം എന്ത് ചെയ്യുന്നു? ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ആ ബിഹേവിയറൽ കോംപ്ലക്സിൽ മാറ്റം വരുത്തുന്നു. അതായത് ഒരു ഫാമേഴ്സ് ഉണ്ടെങ്കിൽ ഫാമേഴ്സ് പണ്ടത്തെ കലപ്പയും അതുപോലെ തന്നെ കാളവണ്ടി ഉന്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പണിക്കാരെ കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് ട്രാക്ടർ വന്നു, മനസ്സിലായി, അങ്ങനെ മോഡേൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ വന്നു. അപ്പോൾ എന്തായി? അവർക്ക് ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനാണ്. അവർക്ക് ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്, കാരണം കാള വണ്ടി ഉപയോഗിച്ച് ഉഴുതു മറിക്കണം എന്ന് അവർക്കറിയാം. അത് അവരുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. ആ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? ലേറ്റർ പീരീഡിൽ ഈ എക്സ്റ്റൻഡഡ് എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവരിലേക്ക് അഡ്വൈസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എത്തിക്കുകയാണ്. എന്താ, നിങ്ങൾ അത് മാറ്റിയിട്ട് ആ പഴയ കാളയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിട്ട് പകരം എന്ത് ഉപയോഗിക്കൂ? ട്രാക്ടർ ഉപയോഗിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കൂടുതൽ ഈൽഡ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പൈസ കൊണ്ട് ലാഭമുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ എന്തിൽ മാറ്റം വരുത്തി? ആ ബിഹേവിയറൽ കോംപ്ലക്സ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ്, ആ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറൽ കോംപ്ലക്സിൽ എന്ത് പറ്റി? മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ എന്താണ് നമ്മളുടെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഈസ് ആൻ അപ്ലൈഡ് ബിഹേവിയറൽ സയൻസ് ആണ്. ബിഹേവിയറൽ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഡീലിംഗ് വിത്ത്. എന്താണ് ആ ബിഹേവിയറൽ സയൻസിൽ? അവർ ഡിസൈറബിൾ ചേഞ്ചസ് വരുത്തുകയാണ്. ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ബിഹേവിയറൽ കോംപ്ലക്സ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറൽ കോംപ്ലക്സിൽ മാറ്റം വരുത്തുന്നു. എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? വേരിയസ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ്, പല വിധത്തിലുള്ള സ്ട്രാറ്റജീസും പ്രോഗ്രാംസും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസും പ്രോഗ്രാംസുമാണ്. അതായത് ന്യൂ ഇന്നവേഷൻസ്, ന്യൂ സയൻറ്റിഫിക് അപ്രോച്ചസ് ആൻഡ് ന്യൂ ടെക്നോളജി, ഇതെല്ലാം കൊടുത്തിട്ട്, അതായത് സയൻറ്റിഫിക് ടെക്നോളജിയും അതേപോലെ തന്നെ സയൻറ്റിഫിക് അപ്രോച്ചുകളും അതുപോലെ തന്നെ ഇന്നോവേഷനും എല്ലാം കൊടുത്ത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറൽ കോംപ്ലക്സിൽ ഡിസൈറബിൾ ചേഞ്ചസ് വരുത്തുന്ന ഒരു ബിഹേവിയറൽ സയൻസ് ആണ് എന്ത്? ആ എഡ്യൂക്കേഷനാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. മനസ്സിലായോ? ബിഹേവിയറൽ സയൻസ് ആണ്. എന്തിനാ മാറ്റം വരുത്തുന്നത്? ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറിന് മാറ്റം വരുത്തുന്നു. ആ മാറ്റങ്ങൾ എന്തുവഴിയാണ് നടത്തുന്നത്? ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില പ്രോഗ്രാംസ് ഉണ്ട്, സ്ട്രാറ്റജീസ്, കുറേ പ്രോഗ്രാംസ്. ആ പ്രോഗ്രാംസ് എന്തിനെ ബേസ് ചെയ്തിട്ട്? സയൻറ്റിഫിക് ആയിട്ടുള്ളതാവാം, ടെക്നോളജി പരമായിട്ടുള്ളതാകാം, അതേപോലെ തന്നെ പുതിയ ന്യൂ ഇന്നോവേഷൻസ് ആകാം. അതെല്ലാം കൊടുത്തിട്ട് ആ ബിഹേവിയറൽ കോംപ്ലക്സിൽ മാറ്റം വരുത്തുന്നു. ഇതാണ് മീനിങ്, നമ്മൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ എളുപ്പമല്ലേ? നമുക്ക് ഹോം സയൻസ് നല്ല എളുപ്പമാണ് അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയവും നമുക്ക് എളുപ്പമായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരാവർത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഹോം സയൻസ് പഠിച്ചു. എന്താണ് ഹോം സയൻസ്? 2 വാക്കുകൾ, ഹോം സയൻസ്. ഹോം സയൻസ് ഡിറൈവ്ഡ് ഫ്രം 2 വേർഡ്സ്, ഹോം സയൻസ്. അതിൻ്റെ ജോയിൻ്റ് റീഡിങ്ങിൽ എന്താണ് പറയുന്നത്? ആപ്ലിക്കേഷൻ ഓഫ് എ നോളജ്. എങ്ങനെ? സയൻറ്റിഫിക് നോളജ്. എങ്ങനെയുള്ള നോളജാണ്? സയൻറ്റിഫിക് നോളജ് അപ്ലൈ ചെയ്യണം ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. സിസ്റ്റമാറ്റിക് മാനറിൽ അപ്ലൈ ചെയ്യണം. എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? എവിടെയാണോ ആ ഹ്യൂമൻ ബീയിങ്സ് റിസൈഡ് ചെയ്യുന്നത് അവിടെ അത് അപ്ലൈ ചെയ്യണം, അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ലൈഫിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബെറ്റർ ലിവിങ്, അവരുടെ ബെറ്റർ ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹോം സയൻസ് വരുന്നത്, ബെറ്റർ ലിവിങ്. പിന്നെ നമ്മൾ പഠിച്ചത് അതിൻ്റെ ഫാദർ, മദർ, ഇതെല്ലാം പഠിച്ചു. ആരാണ് ഫാദർ? നമ്മൾ പഠിച്ചത് ഫാദർ ഓഫ് ഹോം സയൻസ്. ഹോം സയൻസിൻ്റെ ഫാദർ എന്താണ്? ജസ്റ്റസ് വോൺ ലീബിഗ് ഫാദർ പഠിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമുക്ക് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഫാദർ വേറെ ഒരു സംഭവത്തിൻ്റെയും കൂടി ഫാദറാണ്. എന്താണ്? മോഡേൺ ന്യൂട്രീഷൻ. മോഡേൺ ന്യൂട്രീഷൻ്റെയും ഫാദർ ആരാണ്? ജസ്റ്റസ് വോൺ ലീബിഗ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹമാണ് ആദ്യമായിട്ട് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി എന്ന് ഡിസ്കവർ ചെയ്ത ആളും ആരാണ്? നമ്മളുടെ ഈ ജസ്റ്റസ് വോൺ ലീബിഗ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു മദർ ഓഫ് ഹോം സയൻസ്, മദർ ഓഫ് ഹ്യൂമൻ സയൻസ്, മദർ ഓഫ് ഡൊമസ്റ്റിക് ഇക്കണോമി, മദർ ഓഫ് ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ്. ഇതെല്ലാം പറഞ്ഞാൽ ഒറ്റ ആളാണ്. നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ഭക്ഷണം വെട്ടി വിഴുങ്ങാനായിട്ട് വേണം, അപ്പോൾ അത് ഓർക്കുക, സ്വാളോ ചെയ്യുക, വിഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എലൻ ഷാലോ റിച്ചാർഡ് ആണ് ഈ പറഞ്ഞത്. ഈ
ഇത് നമ്മുടെ മദർ ഓഫ് ഫാമിലി ആൻഡ് കൺസ്യൂമർ സയൻസ്, മദർ ഓഫ് ഹ്യൂമൻ സയൻസ്, മദർ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ചത് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ചു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ലാറ്റിൻ വേർഡുകളിൽ നിന്നാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, എഡ്യൂക്കേഷൻ ഏതൊക്കെ ടൈപ്പിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, 3 ടൈപ്പ് എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പഠിച്ചു. ഫോമൽ, ഇൻഫോമൽ, നോൺ ഫോമൽ പഠിച്ചു. ഫോമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കാഡമിയിൽ നിന്ന് കിട്ടുന്നു, സ്കൂളിൽ നിന്ന് കിട്ടുന്നു. ഇൻഫോമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നതല്ല എന്ന് നമ്മൾ പഠിച്ചു. അത് പാരന്റ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു നോൺ ഫോമൽ എഡ്യൂക്കേഷൻ പഠിച്ചു. ആ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താണ്, അതൊരു ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷനാണ്. അതൊരു പർട്ടിക്കുലർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലുള്ള എഡ്യൂക്കേഷനാണ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പഠിച്ചു. ഇനി നമ്മുടെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആദ്യം പ്രാക്ടിക്കൽ വരുന്നു, ആ പ്രാക്ടിക്കൽ പിന്നെ എന്താക്കി മാറ്റുന്നു, തിയററ്റിക്കലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫോമൽ എഡ്യൂക്കേഷനിൽ തിയറി ആദ്യം പഠിക്കുന്നു, പിന്നീട് എന്തായിട്ട് മാറുന്നു, പ്രാക്ടിക്കലായിട്ട് മാറുന്നു. പിന്നെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിനൊരു ഫിക്സഡ് കരിക്കുലമില്ല, ഇന്ന സിലബസ് ഇല്ല, മനസ്സിലായോ? അതുപോലെ തന്നെ ടീച്ചിങ് എങ്ങനെയാണ്, നീഡ് ബേസ്ഡ് ആണ്, ഓരോരുത്തരുടെ ആവശ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ ഓരോ പ്രോബ്ലത്തിനെയും ഓറിയൻറ്റഡ് ചെയ്തുകൊണ്ടാണ്, ഓരോ പ്രോബ്ലത്തിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ത് ടീച്ചിങ് നടത്തുന്നത്. ഇനി ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആരാണ്? ഫാദർ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഫാദർ ആരാണ്? KN സിംഗ് ആണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഫാദർ. ഇത് ഒറിജിനേറ്റ് ചെയ്തത്, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി 1873 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലേറ്റർ ചൈനയിൽ വന്നു, ഇന്ത്യയിൽ വന്നു. ചൈനയിൽ വന്ന വർഷം മറക്കണ്ട, 1924 ചൈനയിൽ വന്നു. ഇന്ത്യയിൽ വന്നത് റീസെൻ്റ്ലി വന്നത് എന്നാണ്, 1952-53 ഇന്ത്യയിൽ വന്നത്, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഗസ്റ്റ് എവിടെ എന്നാണ്, 1860. അവിടെയാണ് സർട്ടൺ റിഫോംസ് എല്ലാം അതിൽ വന്നു എന്ന് പറയുന്നത്, മനസ്സിലായോ? പിന്നെ ഇതിൽ മെയിൻ ഫോക്കസ് ചെയ്തത് അതിൻ്റെയാണ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിനെയാണെന്ന് പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് പറയുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടഫാണെന്ന് കരുതുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളും എന്ത് ചെയ്യുക, ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത്, ഞാനിപ്പോൾ ഓടിച്ചെല്ലാം പറഞ്ഞു, ഇനി ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. പിന്നെ ഞാൻ ഇന്ന് മാക്സിമം ഇന്ന് എടുത്തതിൻ്റെ നോട്ട് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, കഴിഞ്ഞതിൻ്റെ നോട്ട് തന്നില്ലല്ലോ സാറേ എന്ന് പറയാം. കഴിഞ്ഞതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് 2 ദിവസത്തിനുള്ളിൽ തരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ കുറച്ച് തിരക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് 2 കൂടി തരാനായിട്ടുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഈ പ്രാവശ്യത്തത് മിക്കവാറും നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ ആയിരിക്കും തരുന്നത്. കാരണം എനിക്കിതൊന്നും ഓർഗനൈസ് ചെയ്ത്, ഈ കുട്ടികളുടെ ഡാറ്റാസ് ഓർഗനൈസ് ചെയ്ത് അവരുടെ ഇമെയിലുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് സമയം കൂടി എടുക്കും. അപ്പോൾ നിങ്ങളുടെ ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡിലേ ആവരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അത് വാട്സാപ്പിൽ ഇട്ടേക്കാം. പല കുട്ടികളും നോട്ട്സ് കൊടുത്തില്ല സാറേ, നോട്ട്സ് തന്നില്ല സാറേ. നോട്ട്സ് ആർക്കും കൊടുത്തിട്ടില്ല. നോട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോട്ട്സ് നമ്മൾ തരുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ന് അതിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടി. ഇപ്പോൾ നാളെ വരുമ്പോൾ അതെല്ലാം ഫ്രഷായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇന്ന് വരുമോ എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമാണ്. അതിന് ഉദ്ദേശിച്ചേക്കുന്നത് ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എടുത്തതിൻ്റെ ഇന്ന് തന്നെ നിങ്ങൾക്ക് തരാനായിട്ടുള്ള. പിന്നെ നമ്മളുടെ മറ്റേ ഗ്രൂപ്പിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അവരിന്ന് തുടരേണ്ട കാര്യമില്ല. പല പ്രാവശ്യം പറഞ്ഞു, അതിന്ന് ലെഫ്റ്റ് ചെയ്തു പോയിക്കൊള്ളുക. നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഈ പെയ്ഡ് ഗ്രൂപ്പിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ആദ്യത്തെ ഹോം സയൻസിൻ്റെ ആദ്യത്തെ ക്ലാസ് അല്ലേ, അപ്പോൾ നിങ്ങൾ തംസപ്പ് ഇടുക. ഓക്കെ.